നമസ്കാരം. ലൈവ് അപ്ഡേറ്റ് ആണ്. ടാസ്ക് വളരെ ഗംഭീരമായിട്ട് വീട്ടുകാർ ചെയ്യുന്നതുകൊണ്ട് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇത് ബിഗ് ബോസിൻ്റെ ഒരു ക്ലാസിക്കൽ ടാസ്ക്കാണ്. നിങ്ങൾ കൂട്ടം കൂടി നിൽക്കാതെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ജോലികളെങ്കിലും മര്യാദയ്ക്ക് പോയി ചെയ് എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഷിയാസ് പോയിട്ട് അനുമോളുടെ പ്ലാച്ചീനെ എടുത്ത് പുറത്ത് കളഞ്ഞിരിക്കുകയാണ് ഗൈസ്. അനുമോളവിടെ വാവിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ശോഭ വന്നിട്ട് അനുമോളെ സമാധാനിപ്പിക്കുന്നു. നീ എന്തിനാ ഇവിടെ വന്നത്? ഗെയിം കളിക്കാനല്ലേ? അപ്പോൾ അത് നീ ചെയ്യേ. ജീവിതത്തിൽ അങ്ങനെ പലതും നഷ്ടപ്പെടും എന്നും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ ഒരു ടാസ്ക് നടക്കുകയാണ്. അപ്പം നീ നിൻ്റെ ഗെയിം കളിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭ അനുമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനുമോൾ കുറച്ച് നേരം ഡ്രസ്സിംഗ് റൂമിലൊക്കെ ഇരുന്ന് കരഞ്ഞതിന് ശേഷം മാനേജറാണല്ലോ, വീണ്ടും സങ്കടമൊക്കെ ഉള്ളിലൊതുക്കി വീണ്ടും മാനേജറായിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. അപ്പോൾ ശോഭ വന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ ഇത്രയേ ഉള്ളൂ ലൈഫിൽ കാര്യങ്ങൾ, ഇതല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവളാണ് അനുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അനുമോളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ശോഭയും ഈ റെനെ ആര്യനൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നടന്ന കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് റെനേൻ്റെ അടുത്ത് ശോഭ പറയാണ്. അപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള ഈ ആര്യൻ്റെയും റെനേൻ്റെയും വിഷയവും അതേപോലെ തന്നെ ഷാനവാസിൻ്റെയും നെവിൻ്റെയൊക്കെ വിഷയം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ആര്യൻ്റെയും റെനേൻ്റെയും വിഷയമാണ് ആദ്യം റെനെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറയുന്നു, ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റ് ആയാലും മത്സരാർത്ഥികളായാലും ഈ ടാസ്കിനെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രം സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ടാസ്കിനൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എൻ്റർടൈൻമെൻ്റ് ഒക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിലാക്കാൻ പറ്റുന്ന മത്സരാർത്ഥികൾ ഈ സീസണിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് നിന്ന് ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ പെർഫോം ചെയ്യാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിൽ സാമുബാൻ്റെ കാര്യമാണ് വളരെ കഷ്ടം. കാരണം പുറത്താണ് നിൽക്കേണ്ടത്. പ്രതിമേനെ പോലെ ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ട് കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ട് നിൽക്കണം. ഭയങ്കര ചൂടുമാണ്. അവിടെ നിന്ന് അകത്തേക്ക് കയറാനും പറ്റൂല. ഇപ്പം സാബുമാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ പുറത്ത് തന്നെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പോൾ ശോഭ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കൊട്ടും, നിനക്കത് തന്നെ പണി, നിനക്കത് തന്നെ പറ്റുന്നത്, അവിടെ തന്നെ നിന്നോളാൻ.